കാലിഫോർണിയ വരെ 3 പകലും 3 രാത്രിയും നീണ്ടു നിന്ന ബസ് യാത്രയും അതിലേറെ ദൈർഘ്യമുള്ള മടക്കയാത്രയും കാലിഫോർണിയയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ഈ ട്രെയിൻ യാത്രയും അവസാനിക്കുമ്പോൾ ഞാൻ സ്വയം ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്ത് മാറ്റമാണ് ഈ യാത്ര എന്നിലുണ്ടാക്കിയത് എന്നുള്ളതായിരിക്കും. ഈ കണ്ട കാഴ്ചകളുടെ മനോഹാരിതയ്ക്കും ഒക്കെ പുറമെ ഉണ്ടായ ഒരു വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മുടെ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല എന്ന അറിവാണ്. കാരണം ഈ ബസ് യാത്രയ്ക്കിടയിൽ എൻ്റെ ഒരു ബാഗും ലാപ്ടോപ്പും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കടന്നു പോകും എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ തിരിച്ചറിവ്. അത് തന്നെയാണ് രണ്ടാമത്തെ ഒരു അറിവ്. ഈ അമേരിക്കയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അമേരിക്കയിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ആൾക്കാരെ പരിചയപ്പെട്ടുകൊണ്ടുള്ള ഈ യാത്ര ചെയ്തു കഴിയുമ്പോൾ അമേരിക്കയും വളരെ പ്രിയപ്പെട്ട ഒരു നാടായി മാറുന്നു. അതായത് അമേരിക്കയും ഇപ്പോൾ എൻ്റെ നാട് തന്നെയാണ്. മുൻപൊക്കെ ഇവിടെ വരുമ്പോൾ ഇത് വളരെ അപരിചിതമായ ഏതോ ഒരു സ്ഥലമായിരുന്നു എനിക്ക്. ഞാൻ വെറും ഒരു സന്ദർശകനായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ നാടിനോട് തോന്നുന്ന ഒരു അടുപ്പം തന്നെയാണ് അമേരിക്കയോടും തോന്നുന്നത്. എനിക്ക് വളരെ പരിചിതമായ സ്ഥലങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര കഴിയുമ്പോൾ അമേരിക്കയെ കണ്ടെത്തി എന്നുള്ള വലിയ വാചകങ്ങളൊന്നും എനിക്ക് പറയാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ സ്വയം കണ്ടെത്തി എന്നെനിക്ക് പറയാൻ പറ്റും. എൻ്റെ ഒരു ചെറിയ ഭാഗത്തെയെങ്കിലും ഞാൻ കണ്ടെത്തി. എല്ലാ നാടിനെയും സ്വന്തം നാട് പോലെ കാണാനാകുന്ന, എല്ലാം എൻ്റെ നാട് തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു എന്നെ കണ്ടെത്താൻ ഈ യാത്ര തീർച്ചയായിട്ടും സഹായിച്ചു. Longest train journey in United States. കാലിഫോർണിയയിൽ നിന്ന് ന്യൂയോർക്ക് വരെ ട്രെയിനിൽ ഒരു യാത്ര. സമയം ഇപ്പോഴേ രാവിലെ 5 മണിയാണ്. പിറ്റ്സ്ബർഗ് എന്നുള്ള സ്ഥലമാണ്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഞങ്ങൾ പിറ്റ്സ്ബർഗിൽ എത്തിയിട്ട് അടുത്ത ട്രെയിൻ ക്യാച്ച് ചെയ്യാൻ എങ്ങോട്ട് പോകണം എന്നറിയാത്ത ഒരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. നമ്മൾ 7:30 നമ്മുടെ അടുത്ത ട്രെയിൻ. അത് ട്രാക്ക് 3 നിന്നാണ്. ഇവിടെ ഈ പിറ്റ്സ്ബർഗിൽ നിന്ന് ഇനി ആക്ച്വലി ഒരു ട്രെയിൻ മാത്രം നമ്മൾ കയറിയാൽ മതി കേട്ടോ. അത് ന്യൂയോർക്കിലേക്കുള്ളതാണ്. അപ്പോൾ അത് 7:30 ആ ട്രെയിൻ കയറുന്നത് നമ്മൾ വൈകുന്നേരമാണ് ന്യൂയോർക്കിൽ എത്തുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിൻ കൂടി കയറുമ്പോൾ നമ്മൾ ന്യൂയോർക്കിൽ എത്തിക്കഴിയും. കാലിഫോർണിയ മുതൽ ഷിക്കാഗോ വരെയുള്ള ആ ട്രെയിനാണ് ആക്ച്വലി ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ സാധാരണ ഈ യാത്രക്കാർക്കുള്ള ട്രെയിനുകളിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ന്യൂയോർക്കിൽ തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത് കൊണ്ട് മറ്റേ ഈ 2 കണക്ഷൻ ട്രെയിനുകളിലേക്ക് കയറി എന്നേ ഉള്ളൂ.
ഫോൾ സീസണിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് നിന്നിട്ടുള്ളത് ഇത് വളരെ ഷോർട്ട് പീരീഡാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമായിരിക്കും അത് നിലനിൽക്കുന്നത്. അതിനുശേഷം ഈ പ്രകൃതി തന്നെ വിൻ്റർ സീസണിന് വേണ്ടിയിട്ട് വഴിമാറുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന കാഴ്ച തന്നെ ഫിലാഡൽഫിയയിൽ ഒരു പെൻസിൽവാനിയയിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഫോൾസിൻ്റെ വളരെ കളർഫുള്ളായിട്ടുള്ള ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫോറസ്റ്റ് ഏരിയകളൊക്കെ കാണുമ്പോൾ അതേ ഫോറസ്റ്റിൻ്റെ മറ്റൊരു ഭാഗമെന്ന് പറയുന്നത് ഓൾറെഡി വിൻ്ററിന് വഴിമാറി കഴിഞ്ഞു, അല്ലെങ്കിൽ വിൻ്ററിനെ സ്വാഗതം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. ഇലകളൊക്കെ പൊഴിഞ്ഞ് മരങ്ങളൊക്കെ വെറും ചില്ലകളായി ഇങ്ങനെ വിൻ്ററിനെ സ്വാഗതം ചെയ്യാനായി ഒരുങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും ഈ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. ഇത്രയേറെ സൗന്ദര്യമുള്ള ഒരു നാടാണ് ഈ പെൻസിൽവാനിയ എന്ന ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത് വരെ എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ തന്നെ നമ്മളിപ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ വിവിധ സീസണുകൾ ഒരുമിച്ച് വരുന്നത് പോലെയാണ് തോന്നുന്നത്. നമ്മുടെ ഫോൾസിൻ്റെ കാഴ്ചകൾ കാണാം, അതേ സമയത്ത് ഒരു വിൻ്ററിൻ്റെ ആരംഭം അറിയിക്കുന്ന രീതിയിൽ ഇലകളെല്ലാം പൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ കാണാം. എന്നാൽ ഇതിനിടയ്ക്ക് ചില പച്ച തുരുത്തുകളും കാണാം, ചില പാടങ്ങൾ പോലുള്ള ചില കൃഷിയിടങ്ങളും ഒക്കെ കാണാം. ഇങ്ങനെ വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് പെൻസിൽവാനിയ. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ വിൻ്ററും ഫോൾസും ഒക്കെ ഒന്നിക്കുന്ന ഈ കാഴ്ചകളെ മനോഹരമാക്കുന്നത് ഈ വനത്തിന് ഇടയിലൂടെ ഒഴുകിപ്പോകുന്ന ഈ ഒരു പുഴയാണ്. ആ ഒരു ജലത്തിൻ്റെ സാന്നിധ്യം നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അതുകൂടെ വരുമ്പോഴാണ് ഈ കാഴ്ചകൾക്ക് ഒരു കുളിർമയുണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ ഒരു റെയിൽവേ പാതയോട് ചേർന്ന പ്രദേശമായതുകൊണ്ടാകും ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത്, ഈ വീടുകൾ വളരെ കുറവാണ്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ തീരെ ഇല്ല എന്നല്ല, എങ്കിലും വളരെ കുറവാണ്. നമ്മൾ പുതിയൊരു സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കണ്ണെടുക്കാനാകാതെ നോക്കി ഇരുന്ന് പോകുന്ന കാഴ്ചകളായതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ സമയത്തും ഞാനിങ്ങനെ ക്യാമറ റോൾ ചെയ്തിട്ടാണ് ഇരിക്കാറ്. ചില കാഴ്ചകളൊക്കെ നമ്മൾ മിസ് ചെയ്തു പോകും, നമ്മൾ ഈ ഓടി പോകുന്ന ട്രെയിനിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഒരു 3 മണിക്കൂറോളമൊക്കെയുള്ള റഷസ് ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ അത് ദിവസങ്ങളിലുള്ളത് കോപ്പി എടുത്തില്ലെങ്കിൽ പിന്നെ അതിൽ പലതും മിസ് ചെയ്ത് പോകും എന്നുള്ളൊരു പേടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ സമയത്ത് തന്നെ അതിങ്ങനെ ഐപാഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്.
യാത്ര പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ച, എൻ്റെ കൂടെ നിന്ന പലരുമുണ്ട്. വെറും ഒരു താങ്ക്സ് കാർഡിൽ ഒതുക്കാൻ പറ്റുന്ന കടപ്പാടല്ല എനിക്ക് അവരോടൊക്കെ ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഷീല ശ്രീകുമാറാണ്. ഷീല ചേച്ചിയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. പിന്നെ ആ യാത്രയിൽ എന്നെ സഹായിച്ചത് സിജി ആനന്ദും സിജിയുടെ ഭാര്യ ജയശ്രീയുമായിരുന്നു. ജയശ്രീ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ചിലരുടെ നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയുമല്ലോ. അന്ന് ഞാൻ ഈ നഷ്ടപ്പെട്ട ബാഗിനകത്തായിരുന്നു എൻ്റെ പാസ്പോർട്ടും പിന്നെ ഈ യാത്രയ്ക്കായി കരുതി വച്ചിരുന്ന കുറച്ച് പണവും ഒക്കെ ഉണ്ടായിരുന്നത്. പാസ്പോർട്ട് മാത്രമല്ല, എൻ്റെ നാട്ടിലുള്ള ID കാർഡ്, അതായത് നാട്ടിലുള്ള ആധാർ കാർഡ്, പാൻ കാർഡ്, നമ്മുടെ ഇലക്ഷൻ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ ഇവിടെ വന്നിട്ടുള്ള പല പാസ്പോർട്ടുകൾ. ഇപ്പോൾ 3 പാസ്പോർട്ടായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ആ പാസ്പോർട്ടുകളും എല്ലാം ആ ബാഗിനകത്തുള്ള ഒരു ചെറിയ ബാഗിലായിരുന്നു. അപ്പോൾ ഈ ബാഗ് നഷ്ടമാകാതിരിക്കാൻ കാരണം ജയശ്രീയാണ്. അന്ന് ആ ചെറിയ ബാഗിലേക്ക്, നമ്മുടെ ഈ നഷ്ടപ്പെട്ട ലാപ്ടോപ്പൊക്കെ ഉണ്ടായിരുന്ന ബാഗിലേക്ക് എന്തോ ഒരു പുതിയ കാര്യം അതിനകത്ത് എടുത്ത് വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അത് അടയ്ക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ജയശ്രീയാണ് അവിടെ നിന്ന് ചേട്ടാ ഈ ബാഗ് അതിൽ നിന്ന് മാറ്റൂ എന്ന് എന്നോട് പറഞ്ഞത്. അന്ന് ഞാൻ ഈ ബാഗ് തോളിലെടുത്തിട്ടത് കൊണ്ട് മാത്രമാണ് ഈ യാത്ര എനിക്ക് ചെയ്യാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ പാസ്പോർട്ടൊക്കെ വീണ്ടും അപ്ലൈ ചെയ്ത് തിരിച്ച് എടുക്കാനൊക്കെ പറ്റുന്നത് തന്നെയാവും. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയവും ഒരു എഫേർട്ടുമൊക്കെ നമ്മൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരില്ല. ഇങ്ങനെ ഒരു ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ആ നഷ്ടമൊക്കെ വലിയൊരു നഷ്ടമല്ല എന്നുള്ള തിരിച്ചറിവ് ഈ യാത്രയിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും വലിയൊരു കടപ്പാടുള്ളത് തമ്പി ആൻ്റണിയോടാണ്. ഞാൻ ഈ ന്യൂജേഴ്സിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് വരുമ്പോൾ, സാൻ ഫ്രാൻസിസ്കോയിൽ ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. അതിന് കാരണക്കാരൻ തമ്പി ആൻ്റണിയാണ്. തമ്പിച്ചേട്ടൻ്റെ ഒരു ക്ഷണമാണ് ഞാൻ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് വരാൻ കാരണം. അപ്പോൾ ഓക്ലൻഡിൽ എന്നെ കാത്തു നിന്നത് തമ്പിച്ചേട്ടനാണ്. പിന്നെ അതിനുശേഷം 2 ആഴ്ച ഞാൻ തമ്പിച്ചേട്ടൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ പ്രേമചേച്ചി, എൻ്റെ യാത്രാക്ഷീണമൊക്കെ മാറ്റിയത് പ്രേമചേച്ചി ഉണ്ടാക്കി തന്ന, സ്നേഹത്തോടെ വിളമ്പി തന്ന ഭക്ഷണമാണ്. പിന്നെ തമ്പിച്ചേട്ടൻ തന്നെ സാൻ ഫ്രാൻസിസ്കോയിലെ വളരെ പ്രധാനപ്പെട്ട സർഗ്ഗവേദി എന്നുള്ളൊരു ഗ്രൂപ്പ്, ആ സർഗ്ഗവേദിയിലെ ഓരോ മെമ്പറും വളരെ മലയാളത്തെയും മലയാള ഭാഷയെയും മലയാള സാഹിത്യത്തെയും ഒക്കെ അത്രയേറെ സ്നേഹിക്കുന്ന, അതിനെക്കുറിച്ചൊക്കെ അത്രയേറെ പഠിക്കുന്ന സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെ ഒരു കുറേ മലയാളികളെ കാണാൻ സാധിച്ചത് അമേരിക്കയോടുള്ള എൻ്റെ സ്നേഹവും വളരെയധികം കൂടാൻ കാരണമായിട്ടുണ്ട്. പിന്നെ ഈ മടക്കയാത്രയിൽ എഗെയിൻ തമ്പി ആൻ്റണി കൂടെയുണ്ട്. എൻ്റെ തൊട്ടുപിറകിലുള്ള സീരിയൽ തമ്പിച്ചേട്ടനുണ്ട്. അതിനോടൊപ്പം തന്നെ ഷൈജു വർഗീസുമുണ്ട്. അപ്പോൾ ഇവരോടെല്ലാം എനിക്ക് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട്. പിന്നെ ന്യൂയോർക്കിൽ നമ്മളെ ഇപ്പോൾ കാത്തു നിൽക്കുന്ന സിബി ഡേവിഡ്. സർഗ്ഗവേദിയുടെ ഭാഗം കൂടിയായ ഗീത ജോർജാണ് ഈ സാൻ ഫ്രാൻസിസ്കോയിൽ ഞാൻ പരിചയപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി. ഗീത ജോർജാണ് എന്നെ ട്രഷർ ഐലൻഡിലേക്ക് കൊണ്ടുപോയത്. നമ്മൾ ഡ്രൈവർലെസ് കാറിലേക്ക് കയറിയത് ഗീത ജോർജിനോടൊപ്പമാണ്. അതുപോലെ പ്രേമചേച്ചിയാണ് പംകിൻ പാച്ചിലേക്കും പിന്നെ സാൻ ഫ്രാൻസിസ്കോയിലെ പല സ്ഥലങ്ങളിലേക്കും പോയത് തമ്പിച്ചേട്ടനും പ്രേമചേച്ചിയുടെയും ഒപ്പമായിരുന്നു.
യാത്രയുടെ അവസാന നിമിഷങ്ങളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഏതാ സ്ഥലത്ത്, ഇത് പെൻസിൽവാനിയ തന്നെയാണ്. ഇത് സ്റ്റേഷൻ്റെ സ്ഥലം അറിയാൻ വയ്യ, ഏതോ ഒരു സ്റ്റേഷൻ, എന്തായാലും ഒരു വലിയ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു 30 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. 30 മിനിറ്റ്സ് ഉണ്ടോ? ആണോ? ചുമ്മാ തള്ളിയതാണല്ലേ. 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ കറങ്ങിയതിന് ട്രെയിൻ പോവും. പറയുമല്ലോ. അല്ല 30, പക്ഷെ ഈ ഇങ്ങനെയുള്ള ഈ ബ്രേക്ക് ഒക്കെ പ്രധാനമായിട്ടും ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ല, പക്ഷേ 30 15 ഉണ്ടാവും. കാരണം സ്മോക്കേഴ്സിന് ഇതാണ് ഒരു ലാസ്റ്റ് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്തത്. ട്രെയിനകത്ത് സ്മോക്കിംഗ് അലൗഡ് അല്ല, വേപ്പിംഗ് അലൗഡ് അല്ല. അന്നേരം ചില സ്റ്റേഷനിലൊക്കെ അവര് സ്മോക്കിംഗ് അലൗഡ് ആണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അവർ അനൗൺസ് ചെയ്യും ഈ സ്റ്റോപ്പിൽ സ്മോക്കിംഗ് അലൗഡ് ആണ്. രണ്ടാമത് ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. ഇവിടെ നാട്ടിലെ പോലെ വണ്ടി വിട്ട് കഴിയുമ്പോൾ കുറേ ഓടി നിന്ന് ചാടിക്കയറാൻ പറ്റത്തില്ല. വണ്ടി വിടുന്നതിന് മുമ്പ് ഡോർ അടയ്ക്കും. ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ വെളി നിൽക്കാനേ പറ്റും. അപ്പൊ കേറിയോ? നമ്മളിപ്പോൾ കഴിഞ്ഞത് ഹാരിസ്ബർഗ് എന്നുള്ള സ്റ്റേഷനായിരുന്നു കേട്ടോ. ഞാനും ഷൈജും കൂടെ പുറത്ത് ഇറങ്ങി നിന്നത്. അപ്പോൾ ഹാരിസ്ബർഗ് എന്നുള്ള സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ട്രെയിൻ വീണ്ടും പുറപ്പെട്ടു. നമ്മളിങ്ങനെ പുതിയൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്, എലിസബത്ത് ടൗൺ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിരിക്കുവാണ്. ഇത് ലാൻചെസ്റ്റർ ആണ്. ഈ സാൻ ഫ്രാൻസിസ്കോ വന്നതിൽ അവിടുത്തെ ഒരു സുഖകരമായ അന്തരീക്ഷവും ഈ മൗണ്ട് ഡയാബ്ലോ കണ്ട് കിടന്ന് ഉറങ്ങിയ മുറിയും മാത്രമല്ല, ഞാനും തമ്പിച്ചേട്ടനും രാത്രി കുറച്ച് ഏറെ നേരം സംസാരിച്ചും ഒക്കെ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഞാൻ വൈകിയാണ് എഴുന്നേൽക്കുന്നത്. ആ സമയത്ത് പ്രേമ ചേച്ചി സ്ഥിരം വിളിച്ച് ചോദിക്കും. ആ സമയത്ത് ഫോണിലാണ് വിളിക്കാറ്. ഈ രാവിലെ എന്താ എഴുന്നേൽക്കാനുള്ള പ്ലാനൊന്നും ഇല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഞാൻ മിസ് ചെയ്യും. അമേരിക്കയിലുള്ള 2 സ്ത്രീകൾ, ഷീല ശ്രീകുമാറും പ്രേമ ചേച്ചിയും, ഇവർ രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. 4 ചേച്ചിമാരുടെ കുഞ്ഞനുജനായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇപ്പോൾ എനിക്ക് അമേരിക്കയിൽ 2 ചേച്ചിമാർ കൂടിയുണ്ട്, ഷീല ശ്രീകുമാറും പ്രേമ ചേച്ചിയും. ഈ 2 പേർക്കും ഒരു സമാനതയുണ്ട്. എന്ന് വെച്ചാൽ 2 പേരും മറ്റുള്ളവരുടെ ആനന്ദത്തിൽ, മറ്റുള്ളവരുടെ ജീവിത വിജയത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രാപ്തരാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. This is Axton. Please make your way to a door where you see a member of the crew. Only 2 coach class doors will open here at Axton.
requested assistance, please be patient. There will be a red cap down to help you. Once again, please just be patient. Someone will be down to help you. Thank you. Once again, this station stop is Trent. Only where you see the crew members. Station stop, Trent. നമ്മുടെ ട്രെയിൻ അങ്ങനെ പെൻസിൽവാനിയയിൽ നിന്ന് ഇപ്പോഴ് ന്യൂജേഴ്സി സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കയിലെ ഏറ്റവും അധികം മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ന്യൂജേഴ്സി. ഒരുപക്ഷെ ഏറ്റവും അധികം മലയാളി അസോസിയേഷൻസ് ഉള്ളതും ന്യൂജേഴ്സിയിലായിരിക്കും എന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ഈ ചുവന്ന് നിൽക്കുന്ന മരങ്ങളെ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്കൊരു ആവർത്തന വിരസത ഉണ്ടാക്കുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഇത് നോക്കിയിരിക്കാൻ വല്ലാത്ത രസമുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ടിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്ന ആ ആനന്ദം നിങ്ങൾക്ക് കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും പകർത്തി കാണിക്കുന്നത്. കാരണം അത്രയേറെ മനോഹരമാണ്. എത്ര കണ്ടാലും മതിവരാത്ത ദൃശ്യ ഭംഗിയാണ്. ട്രെയിനിലിപ്പോഴ തിരക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തമ്പിച്ചേട്ടൻ്റെയും ഷൈജുവിൻ്റെയും അവസ്ഥ എന്താണെന്ന് നോക്കാം. ഹലോ, ഞാൻ വിചാരിച്ചു ആ പെൻസിൽവാനിയയിൽ കണ്ട ഫോൾസിൻ്റെ വിഷ്വൽസ് ആയിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നേ. അല്ല, ഇവിടെ വന്നപ്പോഴും ഇവിടെയും ഭയങ്കര രസമുണ്ടല്ലേ. എനിക്കൊന്ന് ന്യൂജേഴ്സിയിലുള്ളത് കുറച്ചുകൂടി കൂടുതൽ വിന്ററിനോട് അടുത്തു അല്ലേ? അല്ല, വിന്ററിനോട് അടുത്തു എന്ന് പറഞ്ഞാൽ ഫോൾസ് കഴിയാറായി. ആ, അതെ. ഇലപൊഴിയും ശിശിരത്തിൽ പറഞ്ഞോ. ഓ, അറൈവൽ ടൈം. വാട്ട് ഈസ് അറൈവൽ ടൈം? സിബി ഈസ് ആസ്കിംഗ്. ആണോ? 6:40 അല്ലേ? 5:30 ആണോ 5 ആണോ? ആക്ച്വൽ ടൈം 4:50 ആയിരുന്നു. ഇപ്പം 35 മിനിറ്റ് ഡിലേ ആണ്. ഡ്യൂ ടു റെയിൻ, ട്രാഫിക്കിന് വെള്ളമായിരുന്നു. അതുകൊണ്ട് 35 മിനിറ്റ് ഡിലേ ആണ്. ഇനിയിപ്പം നമ്മൾ ന്യൂയോർക്കിൽ എത്തുന്നത് ചേട്ടാ 5:35. ആ, തമ്മിച്ചേട്ടൻ ഇങ്ങനെ സിബി ഡേവിഡിന് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുവാണ്. സിബി ഡേവിഡ് അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചിരുന്നു
എപ്പോഴായിരിക്കും നമ്മൾ ന്യൂയോർക്കിൽ എത്തുന്നതെന്ന്. Yeah, 35 minutes delay. That's something I know. So I guess it is 5:35. Anyway, it's very long. നമ്മുടെ ട്രെയിൻ അങ്ങനെ ന്യൂയോർക്ക് പെൻ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. ഈ യാത്രയിൽ നമ്മൾ പെൻ സ്റ്റേഷനിൽ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഞാൻ ആദ്യം JFKയിൽ വന്നിറങ്ങിയിട്ട് ഇപ്രാവശ്യം കണക്റ്റിക്കട്ടിലേക്ക് പോയത് ട്രെയിനിലായിരുന്നു. അതും പെൻ സ്റ്റേഷനിൽ വന്നതിന് ശേഷമായിരുന്നു ന്യൂ ലണ്ടൻ കണക്റ്റിക്കട്ടിലേക്ക് പോയത്. അവിടെ ന്യൂ ലണ്ടനിൽ നിന്ന് തിരിച്ച് കരുണ ചാരിറ്റീസിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇവിടെ ന്യൂജേഴ്സിയിലേക്ക് വന്നതും ട്രെയിനിൽ പെൻ സ്റ്റേഷനിൽ വന്നതിന് ശേഷമായിരുന്നു. അവിടെ പെൻ സ്റ്റേഷനിൽ അപ്രോച്ച് ചെയ്ത് ചേച്ചി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് വീണ്ടും പെൻ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് ഇപ്രാവശ്യം. ഇവിടെയും നല്ല മഴയായിരുന്നു എന്ന് തോന്നുന്നല്ലോ. നമ്മൾ അവിടെ ഫിലാഡൽഫിയയിൽ എത്തിയപ്പോൾ അവിടെ കുറച്ച് നേരം 6 മണിക്കൂറോളം അവിടെ ട്രെയിൻ ഇങ്ങനെ പിടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത സ്റ്റേഷനിൽ ഈ മഴവെള്ളം കാരണം ഈ നമ്മുടെ റെയിൽവേ ട്രാക്ക് എല്ലാം മഴവെള്ളത്തിൽ മറിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടതിന് ശേഷമാണ് ഫിലാഡൽഫിയയിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടത്. ഇവിടെ ആ ഇടയ്ക്ക് ഈ സിബി ഡേവിഡ് തമ്പിച്ചേട്ടനോട് പറഞ്ഞു ന്യൂയോർക്കിലും ഒക്കെ അതേ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്കിപ്പോഴും നമ്മുടെ ഈ വിഷ്വൽസിലും കാണാമല്ലോ, എല്ലായിടത്തും വലിയൊരു മഴ പെയ്ത ലക്ഷണമുണ്ട്. എന്താ കാര്യം? അല്ല റെഡിയായെങ്കിൽ ഇറങ്ങാമെന്ന് പറയാനല്ല, അതല്ല ട്രെയിൻ നിർത്തി ഇറങ്ങാൻ പറ്റുള്ളൂ. ഇനി യാത്ര ചെയ്യണമെന്നെങ്കിൽ ഇത് ഇരുന്നാൽ മതി. അവിടെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ഡെൻവർ വരെ അമേസിംഗ് ആയിരുന്നു. ഡെൻവർ രാത്രി 9 മണിക്കാണ് എത്തിയത്. ഡെൻവറിലൊക്കെ ഒത്തിരി കാണാറുണ്ട്. കൊളറാഡോ ഡെൻവർ കഴിഞ്ഞ് നമ്മൾ അടുത്തത് പിന്നെ ആ യാത്ര അവസാനിക്കുന്നത് ഷിക്കാഗോയിലായിരുന്നു. ഷിക്കാഗോ വരെയുള്ള യാത്ര വളരെ നല്ലതായിരുന്നു. ഒരിക്കലും കാണാത്ത ഒരുപാട് സീനറീസൊക്കെ കാണാൻ പറ്റി. എന്നാൽ ഷിക്കാഗോയിൽ നിന്ന് ന്യൂയോർക്കിലോട്ടുള്ള ട്രിപ്പ് ജസ്റ്റ് ഒരു കമ്മ്യൂട്ടർ ട്രെയിനിൽ ഇരുന്ന് പോകുന്ന യാത്ര ചെയ്യുന്നത് പോലെ മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. അതിനകത്ത് മച്ച് വെറൈറ്റി ആയിട്ടൊന്നും പറയാൻ വേണ്ടിയില്ല. അവസാനം ഞങ്ങൾ ന്യൂയോർക്കിൽ എത്തിച്ചേരാൻ പോകുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ ന്യൂയോർക്കിൽ എത്തിച്ചേരും. ന്യൂയോർക്കിൽ ഇപ്പോൾ തണുപ്പുണ്ട്, നല്ല മഴയുടെ കാലാവസ്ഥയാണ്. അന്തരീക്ഷം മൊത്തം ഇരുട്ട് പൊതിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ട്രെയിനും ആൾറെഡി ലേറ്റാണ് മഴ കാരണം. 35 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. ട്രാക്കിലൊക്കെ വെള്ളമായിരുന്നതുകൊണ്ട് അതൊക്കെ വെള്ളമൊക്കെ മാറിക്കഴിഞ്ഞിട്ടാണ് വണ്ടി അവിടുന്ന് ഫിലാഡൽഫിയിൽ അതിൻ്റേതായിട്ട്. ഒന്നാമത് ഞങ്ങൾ ഈ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഈ ട്രെയിനിനകത്ത് കണ്ടിന്യൂസ് ഒരു യാത്രയാണ്. നമ്മളിപ്പോൾ എത്ര അവേഴ്സ് ട്രെയിനിൽ യാത്ര ചെയ്തു? 90 ആയിരിക്കും പറയുന്നത്. എനിക്കൊന്നു 90 അവേഴ്സും പ്ലസ് ഒരു 6ഉം കൂടെ വരുമായിരിക്കും. ഇവിടെ അതെ ഷിക്കാഗോയിൽ 6 മണിക്കൂർ ചെയ്യുന്നല്ലോ. നമ്മൾക്ക് സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയ മുതൽ ന്യൂയോർക്ക് വരെ മൾട്ടി ട്രെയിൻ ആയിരുന്നു. അതായത് 3 ട്രെയിൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് ടോട്ടൽ 78 hours ഓഫ് റണ്ണിങ് ടൈം ഉണ്ട്.
സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് കയറി ഷിക്കാഗോ വരെയും ഷിക്കാഗോയിൽ ഒരു 6 മണിക്കൂർ വെയിറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് ഷിക്കാഗോയിൽ നിന്ന് 9 hours ഫിലാഡൽഫിയ, പെൻസിൽവാനിയയിലെ പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന സിറ്റിയിലേക്ക്. പിറ്റ്സ്ബർഗിൽ നിന്ന് ഞങ്ങൾക്ക് ന്യൂയോർക്കിലോട്ട് അനദർ 9 hours റൈഡിങ്. പിന്നെ ഇതിനിടയ്ക്കൊക്കെ പല സ്ഥലത്തും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് അവേഴ്സ് ഉണ്ട്. അത് ഷിക്കാഗോയിൽ 6 മണിക്കൂർ. അത് നോർമൽ ട്രെയിൻ യാത്രയിലുള്ള All right, ladies and gentlemen, station stop Newark. Exit only where you see a crew member. Station stop Newark. Exit only where you see a crew member. ഞങ്ങളിപ്പോഴേ ന്യൂജേഴ്സിയിലെ നുവാക്ക് എന്നുള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഈ നുവാക്ക് നമ്മൾ ഈ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സോ കിട്ടുന്ന ഒരു എയർപോർട്ടും ഒക്കെ ഉള്ള സ്ഥലമാണ്. ന്യൂജേഴ്സിയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് നുവാക്ക്. ന്യൂജേഴ്സിയിലെ ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ അത് ഇന്റർനാഷണൽ എയർപോർട്ടാണ് അല്ലേ? ഞാൻ ഡൊമസ്റ്റിക് മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ന്യൂയോർക്കിൽ നിന്ന് ഇന്ത്യയിലേക്കൊക്കെ ഫ്ലൈറ്റ് ഉണ്ടോ? ഓക്കെ. ന്യൂയോർക്കിൽ നിന്ന് ഇന്ത്യയിലോട്ടും എല്ലാ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തോട്ടും ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷെ കൂടുതലും പോകുന്നത് ഡൊമസ്റ്റിക് ആണ്. ഇവിടുത്തെ 3 മെയിൻ എയർപോർട്ടാണുള്ളത്. ഞാൻ മുൻപ് മറ്റേ LAയിലേക്കൊക്കെ പോയിട്ടുള്ള സ്പിരിറ്റ് എയർവേസും മറ്റേ ഡെൽറ്റയും ഒക്കെ ന്യൂയോർക്കിൽ പോയിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് 3 എയർപോർട്ടാണ് ഉള്ളത്. ഒന്ന് JFK ന്യൂയോർക്ക്, 2 ന്യൂജേഴ്സിയിലെ ന്യൂയോർക്ക്, 2 ലഗ്വാഡി എയർപോർട്ട്. ഇത് 3ഉം ഈ ഷൈജുവിന്റെ റിട്ടേൺ ഫ്ലൈറ്റ് എവിടെ നിന്നാണ്? ലഗ്വാഡിയ. ഷൈജുവും അടുത്ത ദിവസം നമ്മുടെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ കൂടെ വന്ന ആളാണ് കേട്ടോ. അപ്പൊ അതിനുശേഷം ഷൈജു തിരിച്ച് ഒറ്റയ്ക്ക് ഈ ഞങ്ങളെയൊക്കെ വളരെ മിസ് ചെയ്തുകൊണ്ട് തിരിച്ച് കാലിഫോർണിയയിലേക്ക് ഒറ്റയ്ക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യായിരിക്കും. നിങ്ങൾ ഞങ്ങളെ മിസ് ചെയ്യുമോ? തീർച്ചയായിട്ടും. ഇത്രയും ദിവസം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയും പല കഥകൾ പറയുകയും പല അനുഭവങ്ങൾ പങ്കുവെച്ചും നമ്മൾ ഇവിടം വരെ എത്തിയതല്ലേ. തിരിച്ച് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു മിസ്സിങ് ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ ഇത്രയ്ക്ക് തിരക്കായിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കും എനിക്ക് ഇങ്ങനൊരു യാത്രയുടെ അനുഭവം വേണമെന്ന് ഉള്ള ഒരാഗ്രഹം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ യാത്രയ്ക്ക് തയ്യാറായത്. എൻ്റെ ലൈഫിൽ വന്നേക്കുന്ന എല്ലാ കാര്യത്തിലെയും ഉത്തരവാദി ഞാൻ തന്നെയാണ്. എനിക്കുണ്ടായത് പലരുടെയും ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട് പല കാര്യത്തിലും, ഇല്ലയെന്ന് പറയുന്നില്ല. ചില ഡിസിഷൻ ഭയങ്കരമായിട്ട് തെറ്റുപറ്റിയിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില മണ്ടത്തരങ്ങൾ, തീരുമാനങ്ങൾ കാരണം പല നഷ്ടങ്ങളും വന്നിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതൊരിക്കലും ഞാൻ വേറൊരാളുടെ മേളിൽ കൊണ്ടൊന്ന് ബ്ലെയിം ചെയ്യുന്നില്ല. ഇത് ഞാൻ നാട്ടിലിരുന്നപ്പോൾ തന്നെ തമ്മിച്ചേട്ടനോട് സംസാരിച്ച് ഞങ്ങളിങ്ങനെ ഒരു യാത്ര പോകണമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. ഇതും അതിനുശേഷമുള്ള ഈ അമിഷ് വില്ലേജിൽ പോകണം എന്നുള്ളതും ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഞാൻ ഈ യാത്രയിൽ തമ്പിച്ചേട്ടനാണ് എനിക്ക് ഷൈജുവിനെ പരിചയപ്പെടുത്തരുന്നത്. അപ്പോൾ ഷൈജുവിനോട് തമ്പിച്ചേട്ടൻ ഇങ്ങനെ ഒരു യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഷൈജുവിൻ്റെ തീരുമാനം വളരെ ക്വിക്കായിരുന്നു. ഞാനുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഷൈജു ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മുഴുവൻ ഒരു റിസർച്ച് വർക്ക് ഷൈജു ചെയ്തു. അത് ഷൈജു റിസർച്ച് ചെയ്തു. ഇപ്പൊ തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് പറയാം മുഴുവൻ ChatGPT ആണ് ചെയ്തത്. പക്ഷെ എങ്കിലും ചെയ്തു. ഇല്ല, ChatGPT നമ്മൾ എന്ത് പ്രോംപ്റ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ChatGPT കൊണ്ട് ചെയ്യുന്നോ, ഗൂഗിള് കൊണ്ട് ചെയ്യുന്നോ, അല്ലെ നെയ്ബറിന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് പറയുന്നോ, അല്ലെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചിട്ട് പറയുന്നോ, ഡസന്റ് മാറ്റർ. ആരാണ് അതിന് സമയം കണ്ടെത്തി? ഞാൻ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നോ, വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നോ, എൻ്റെ ബന്ധുവിന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നോ എന്ന് പറയുന്നതല്ല, ഞാൻ ഫുഡ് കഴിക്കുന്നോ എന്നുള്ളതാണ്. അതെ. അത് ഈ ChatGPT എന്ന് പറയുന്നത് നമ്മുടെ സമയം സേവ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു പുതിയ സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ യാത്ര തമ്പിച്ചേട്ടനും റെഡിയായി കഴിഞ്ഞു. തമ്പിച്ചേട്ടൻ ഓൾറെഡി ബാഗൊക്കെ എടുത്ത്
കൊച്ച പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതെ, അതെന്തുവായിരുന്നു പണ്ടൊരു കാരണവര് മകനോട് എന്റെ മകനെ ഭയങ്കര വിഷമം. അച്ഛൻ ഞാൻ ഇല്ലെങ്കിൽ അച്ഛനെ ആര് നോക്കും? ഞാനിത്ര കാര്യമായിട്ടൊക്കെ നോക്കും, ഞാനും എന്റെ ഭാര്യയൊക്കെ. അതാണ് ഞങ്ങളുടെ വിഷമം. ഇവിടെ നീ നോക്കുന്ന എനിക്കറിയാം, പക്ഷെ നിന്റെ കാലശേഷം ആരാ എന്നെ നോക്കും? അതാ എന്റെ വിഷമം. മനസ്സിലായ? എനിക്ക് മനസ്സിലായില്ല എന്താണ് തമ്പിച്ചേട്ടൻ ഉദ്ദേശിച്ചത്. അതെ അതെ ആയിരിക്കും. നമ്മളൊക്കെ പോയാലും തമ്പിച്ചേട്ടൻ ഇവിടെ കാണുമെന്ന്. അങ്ങനെ തമ്പിച്ചേട്ടനോ അങ്ങനെ കാരണവര് പറഞ്ഞ മനസ്സിലായി. മനസ്സിലായി. ഞാൻ വീണ്ടും പറയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. നീ നോക്കുന്ന എനിക്കറിയാം, പക്ഷെ നിന്റെ കാലശേഷം അതാ കാരണവരുടെ വിഷമം. രണ്ടുപേർക്ക് വിഷമമാണ് ബേസിക്കലി. പക്ഷെ ഈ തമ്പിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് തമ്പിച്ചേട്ടൻ ഇങ്ങനെ ഒരു വലിയ കാരണവരാകുന്നില്ല. തമ്പിച്ചേട്ടൻ സോ യങ് ഇല്ലേ, പയ്യനാണ്. പക്ഷേ പയ്യനാണ് പറഞ്ഞ് മനസ്സുകൊണ്ട് പയ്യനാണെങ്കിലും കാരണവരാണ്. നിങ്ങളെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യിക്കണം ഇങ്ങനെ പറയുന്നത്. അതെ അതെ, ആൾക്കാർ തിരിച്ചല്ലേ പറയുന്നേ. ഇപ്പോഴും പയ്യനാണ്, പയ്യന്റെ മനസ്സാണെന്നൊക്കെ. ഞാനത് തിരിച്ചാ പറഞ്ഞത്. തമ്പിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെയല്ലേ. ആചാര്യർ ഇല്ലേ, ഗുരു, അന്ന് ഞാൻ പോർട്ടീസാ, ഹെഡ് മാസ്റ്റർ. ചെറുപ്പമാ, 12 വയസ്സുള്ള മകന്റെ അപ്പനാണ്. അതെ അതെ, എങ്കിലും എല്ലാം ഇങ്ങനെ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് സിനിമയിൽ വന്നിട്ടുണ്ട്. ഈ മറ്റേ ആൾക്കാരെ അങ്ങ് ഉപദേശിച്ച് നന്നാക്കി കളയുമെന്ന് ഉറപ്പുള്ള. അതെ അതെ. ഹലോ ഗൈസ്, ഞങ്ങളെ ട്രെയിൻ 1 hour ഡിലേ ആണ് ഗൈസ്. അമേരിക്കയിലെ ട്രെയിൻ ഇങ്ങനെയാണോ ഗൈസ്? ഇത് ഇന്ത്യൻ റെയിൽവേയുടെ പോലെ തന്നെ ആയി പോയല്ലോ ഗൈസ്. അമേരിക്കയിലെ ട്രെയിനിന്റെ ഒരു അവസ്ഥ. അല്ല, എനിക്കിപ്പോഴും ഈ പെൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പോലെ ആയി കഴിഞ്ഞു. അതെ അതെ അതെ, ലേറ്റ് ആണ്. അമേരിക്കയിലെ ട്രെയിൻ ലേറ്റ് ആവുന്നുള്ളത് ഞങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുന്നു. അതെ, അരമണിക്കൂറല്ല 3/4 മണിക്കൂർ ലേറ്റ് ആണ്. സിബിഡിയോട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ആ വെയിറ്റിംഗ് ഉള്ളത് എൻജോയ് ചെയ്യാം ഗൈസ്. Please remain inside the body of the coach car. Do not stand in the vestibule. ഐഡിയാസ് അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി. New York Penn Station coming up ഇവിടുത്തെ next. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ന്യൂയോർക്കിൽ എത്തിയിരിക്കുകയാണ്. Welcome to Seacliff. Hello, Sibi. My friends are here. Hey, Sibi. See you all. അങ്ങനെ കാലിഫോർണിയയിൽ തുടങ്ങിയ ന്യൂയോർക്ക് വരെയുള്ള ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു. Cheers. Happy birthday, Sibi. Thank you. എന്തൊരു ക്ലാസ് ഉണ്ട്. അതെ.